പോകുന്നത് നമ്മുടെ ഇന്ത്യയിൽ ഈ മൃഗങ്ങളുടെ സമീപത്ത് ചെന്നാൽ മരണം വരെ സംഭവിക്കാവുന്ന 10 മൃഗങ്ങൾ ഏതൊക്കെയാണെന്നാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്പർ 10, ഇന്ത്യൻ സ്കോർപിയോൺ. കിഴക്കൻ ഇന്ത്യൻ തേൾ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ചുവന്ന തേളായ ഇത് ബുത്തയുടെ കുടുംബത്തിലെ ഒരു തേൾ ഇനമാണ്. ഇത് ഇന്ത്യയുടെ മിക്ക ഭാഗങ്ങളിലും കിഴക്കൻ പാകിസ്ഥാനിലും നേപ്പാളിന്റെ കിഴക്കൻ താഴ്ന്ന പ്രദേശങ്ങളിലും അടുത്തിടെ ശ്രീലങ്കയിലും കാണപ്പെടുന്നു. വളരെ വിഷാംശമുള്ള, കുത്തിയാൽ വളരെയധികം വേദനിക്കുന്ന ഒരു ജീവിയാണ് ഇത്. നമ്പർ 9, ഇന്ത്യൻ എലിഫന്റ്. ഏഷ്യൻ ആനകളുടെ നിലവിലുള്ള 3 അംഗീകൃത ഉപജാതികളിൽ ഒന്നാണ് ഇന്ത്യൻ ആന. ആഫ്രിക്കൻ ആനകളെ അപേക്ഷിച്ച് ചെറുതാണ് ഈ ഇനം. ഏകദേശം 2.75 മീറ്റർ വരെ ഉയരവും 4000 കിലോഗ്രാം വരെ ഭാരവും ഇതിനുണ്ട്. ഇന്ത്യൻ കിഴക്കൻ ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ നിന്നുള്ളവയാണ് ഇവ. ജനസംഖ്യയുടെ ഏകദേശം 3/4 ഭാഗവും ഇന്ത്യയിൽ കാണപ്പെടുന്നു. നമ്പർ 8, സ്ലോത്ത് ബിയർ. ഇന്ത്യൻ കരടി എന്നറിയപ്പെടുന്ന സ്ലോത്ത് ബിയർ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്നുള്ള കരടി ഇനമാണ്. ഇത് പഴങ്ങൾ, ഉറുമ്പുകൾ, ചിതലുകൾ എന്നിവയെ ഭക്ഷിക്കുന്നു. പ്രധാനമായും ആവാസ വ്യവസ്ഥയുടെ നഷ്ടവും നശീകരണവും കാരണം ഇത് IUCN റെഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മലൂർസെൽസ് ജനുസിലെ ഏക ഇനമാണ് ഇത്. നമ്പർ 7, ഏഷ്യാറ്റിക് ലയൺ. ഇന്ത്യൻ സംസ്ഥാനമായ ഗുജറാത്തിലെ പന്തേര ലിയോ എന്ന ഉപജാതിയിൽപ്പെടുന്ന ഒരു സിംഹ ഇനമാണ് ഏഷ്യാനെറ്റിക് സിംഹം. ആൺ-ഏഷ്യൻ സിംഹങ്ങൾ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. പെൺസിംഹങ്ങൾ മറ്റ് 12 പെൺസിംഹങ്ങളുമായി വരെ സഹവസിക്കുകയും വേട്ടയാടുകയും ചെയ്യുന്നു. നമ്പർ 6, ബംഗാൾ ടൈഗർ. ബംഗാൾ കടുവകൾ പന്തേര ടൈഗറിസ് ഉപജാതികളിൽ പെടുന്നു. കാട്ടുപൂച്ചകളിൽ ഏറ്റവും വലുതാണ് ഇവ. ഇന്ത്യ, തെക്കൻ നേപ്പാൾ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, തെക്കു പടിഞ്ഞാറൻ ചൈന എന്നിവിടങ്ങളിൽ കടുവകൾ നിലനിൽക്കുന്നു. വേട്ടയാടൽ, ആവാസ വ്യവസ്ഥയുടെ നഷ്ടം എന്നിവയെ ഇത് വളരെ ഭീഷണിയിലാണ്. നമ്പർ 5, സാൾട്ട് വാട്ടർ ക്രൊക്കോഡിൽ. ഉപ്പുവെള്ള മുതല, ഉപ്പുവെള്ള ആവാസ വ്യവസ്ഥകൾ, തണ്ണീർത്തടങ്ങൾ, ഇന്ത്യയുടെ കിഴക്കൻ തീരം മുതൽ തെക്കു കിഴക്കൻ ഏഷ്യ വരെയുള്ള ശുദ്ധജല നദികൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഒരു മുതലയാണ്. 1996 മുതൽ IUCN റെഡ് ലിസ്റ്റിൽ ഇത് ഏറ്റവും ആശങ്കാജനകമായ ജീവിയായി പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. മുതല മനുഷ്യർക്ക് വളരെ അപകടകരമായ ഒന്നാണ്. നമ്പർ 4, ഇന്ത്യൻ ക്രേറ്റ്. എലാപ്പിഡ കുടുംബത്തിലെ ബംഗാറാസ് ജനുസിൽപ്പെടുന്ന വളരെ വിഷമുള്ള പാമ്പാണ് ഇന്ത്യൻ ക്രേറ്റ്. ദക്ഷിണേഷ്യയിൽ നിന്നുള്ള ഇത് ഇന്ത്യൻ, പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ വ്യാപകമായി കാണപ്പെടുന്നു. പുൽമേടുകൾ, കാർഷിക മേഖലകൾ, മനുഷ്യവാസ കേന്ദ്രങ്ങൾ തുടങ്ങിയ വൈവിധ്യമാർന്ന പരിതസ്ഥിതികളിൽ ഇത് വ്യാപകമായി വളരുന്നു. നമ്പർ 3, റസൽസ് വൈപ്പർ. വൈപ്പറുടെ കുടുംബത്തിലെ ഒരു വിഷമുള്ള പാമ്പാണ് റസൽസ് വൈപ്പർ. ഈ ഇനം ദക്ഷിണേഷ്യയിൽ നിന്നുള്ളതാണ്. വളരെ വേദനാജനകമായ കടിയേറ്റതിന് പേരുകേട്ട ഇത് ഇന്ത്യയിൽ ഏറ്റവും അപകടകാരിയായ 4 വലിയ പാമ്പുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. റസൽസ് അണലികൾ കരയിൽ ജീവിക്കുന്നവയാണ്. നമ്പർ 2, ഇന്ത്യൻ കോബ്ര. എലാപ്പിഡ കുടുംബത്തിലെ ഒരു വിഷപ്പാമ്പായ മൂർഖൻ ഇനമാണ് ഇത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്നുള്ള ഈ ഇനം ശ്രീലങ്കയിലും ഇന്ത്യയിലും ഏറ്റവും കൂടുതൽ പാമ്പുകടിയേറ്റ കേസുകൾക്ക് കാരണമായ വലിയ 4 ഇനങ്ങളിൽ അംഗമാണ്. ഹിന്ദു പുരാണങ്ങളിലും സംസ്കാരത്തിലും ഇന്ത്യൻ മൂർഖൻ പാമ്പിനെ ബഹുമാനിക്കുന്നു. നമ്പർ 1, കിങ് കോബ്ര. ഏഷ്യയിൽ മാത്രം കാണപ്പെടുന്ന പാമ്പുകളുടെ ഒരു സ്പീഷീസ് കോംപ്ലക്സ് ആണ് രാജവെമ്പാല. ശരാശരി 3.18 മുതൽ 4 മീറ്റർ വരെ നീളവും 5.85 മീറ്റർ റെക്കോർഡ് നീളവുമുള്ള ഇത് ലോകത്തിലെ ഏറ്റവും നീളമുള്ള വിഷമുള്ള പാമ്പാണ്. ഏറ്റവും ഭാരം കൂടിയതിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡം മുതൽ തെക്കു കിഴക്കൻ ഏഷ്യ വരെ ഇവ വ്യാപിച്ചു കിടക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.